ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന നിങ്ങളെ ഒരു പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. അതായത് ഒരു 2-way ബുക്സൽ സ്പീക്കറാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അത് നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസും അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് തന്നെ കാണുക. അപ്പോൾ ഇന്ന് പരിചയപ്പെടുന്ന സാംകോണിൻ്റെ ഒരു ബുക്സൽ സ്പീക്കറാണ്, ഒരു 2-way ബുക്സൽ സ്പീക്കർ. അപ്പോൾ ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള 2-way ബുക്സൽ സ്പീക്കറിന് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും അതേപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ടും കിട്ടുന്ന പുതിയൊരു പ്രൊഡക്റ്റാണ് സാംകോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു 8 ഇഞ്ചിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഐറ്റം. നമുക്കൊരു ഇൻഡോർ പർപ്പസിനും അതേപോലെ തന്നെ ഒരു ഔട്ട്ഡോർ പർപ്പസിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല ഒരു ബിൽഡ് ക്വാളിറ്റിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുവാണെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്കൊരു വെളിയിലൊക്കെ വെച്ച് ഇത് ഉപയോഗിക്കണമെങ്കിൽ തന്നെയാണെങ്കിലും ഒരു ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ബാക്കിലേക്ക് നോക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്പീക്കർ സോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ എയർ ഹോൾ ഇത് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലാണ്. സൈഡിലായിട്ടൊക്കെ എഡ്ജൊക്കെ നല്ല രീതിയിൽ തന്നെ അവരൊരു സേഫ്റ്റിക്ക് ഡാമേജ് ഒന്നും പറ്റാത്തില്ലാത്ത രീതിയിൽ തന്നെ എഡ്ജൊക്കെ കൊടുത്തിട്ടുണ്ട്. 50 RMS ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. ഇതൊരു 2-way എന്ന രീതിക്കാണ് ഇത് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഔട്ട്ഡോർ ബോക്സിൽ കാണുന്ന പോലെ തന്നെ ഉള്ള ഒരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു ടൂട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഊഫറിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു 8 ഇഞ്ചിൻ്റെ ഒരു ഊഫറാണ്. 8 ഇഞ്ചിൻ്റെ ആകുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു ബേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ത്രോ ആയിട്ട് ഔട്ട് സൈഡ് നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ആണെങ്കിലും ഒരു ഓപ്പൺ സ്പേസിൽ ഉപയോഗിക്കുമ്പോഴും നല്ലൊരു വോക്കലാണെങ്കിലും ബേസ് ആണെങ്കിലും നന്നായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോഴത്തേനും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു 2 ബോക്സൊക്കെ കൊടുത്തിട്ട് ചെറിയൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിലോ ഔട്ട്ഡോർ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ബേസ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. 4 ohmസിൽ ഒരു 125 to 150 RMS കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ലൊരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 7500 രൂപയാണ്. അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടും മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസും അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കിൻ്റെ ഡീറ്റെയിലും കൂടി നമ്മൾ പറയുന്നുണ്ട്. എന്തായാലും ഈ അസംബിൾ ആംപ്ലിഫയറിനോ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആംപ്ലിഫയറിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ബജറ്റ് സെഗ്മെൻറ്റ് വരുന്ന 2-way ബുക്സൽ സ്പീക്കർ എന്ന് പറയാം. എന്തായാലും ഓവറോൾ നല്ലൊരു 2-way ബുക്സൽ സ്പീക്കർ എന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു പലപ്പോഴും ചോദിക്കാറുണ്ട്, ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ എപ്പോഴും നല്ലത് എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നത്, ഇതിൻ്റെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നു വേണമെങ്കിൽ ഈ മാറ്റ് വേണമെങ്കിൽ മാറ്റായിരുന്നു എന്ന് തോന്നുന്നു. കുറച്ചും കൂടി ഒരു മൈക്രോ ഫിനിഷിങ്ങിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു. പക്ഷേ ഇതൊരു ഔട്ട്ഡോറും അതായത് മൾട്ടിപർപ്പസ് എന്ന രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഒരു നമ്മൾ പരമാവധി ഇത് കോസ്റ്റും കൂടെ കുറയ്ക്കണം. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നാൽ പോലും ഇതിൻ്റെ ഒരു പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ സന്ദീപ്.